ഹലോ സാറിക്ക് നമസ്കാരം. കൂട്ടുകാരെ സലാഹാണ്. ഞാനിപ്പോൾ കാതർച്ചാര കടയിലാണ്. കാതർച്ചാര പ്രത്യേകത വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായ പല കാര്യങ്ങളും പറഞ്ഞിട്ട് ശ്രദ്ധ നേടുന്ന ഒരു വ്യക്തി കൂടിയാണ്. വേറൊരു പ്രത്യേകത, കാതർച്ചാര ഹോട്ടലിന്റെ എല്ലാ ഫുഡിന്റെ താഴെയും കാണാം അജിനമോട്ടവും കളറും ചേർക്കൂല. അത്രയും പ്യൂർ ആയിട്ടാണ് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നതെന്ന് പ്രത്യേകിച്ച് എഴുതിയിട്ട് കാണുന്നത്. എഴുതാനുള്ള കാരണം എന്താണെന്നുള്ളത് കാതർച്ചാരോട് നമുക്ക് ചോദിക്കാം. അതെന്താണ് ഈ അജിനമോട്ടവും കളറും ചേർക്കൂല എന്ന് പ്രത്യേകിച്ച് പറയാൻ കാരണം? അത് പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ അനുഭവത്തിൽ നിന്നുള്ള ഒരു ഇതുകൊണ്ടാണ് ഞാനത് പ്രത്യേകിച്ച് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഞാൻ 2014 ഓപ്പൺ ആയ സമയത്ത് ഞാൻ 6 മാസം തുടർച്ചയായിട്ട് അജിനമോട്ടോ കളർ ഉപയോഗിച്ചിരുന്നു. സ്റ്റാർട്ടിങ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിപ്പോ ഗൾഫിലുണ്ടായ ആളാണ്, നമുക്ക് മലേഷ്യനെ കുറിച്ച് അറിയാം, സിംഗപ്പൂര് എല്ലാം നമ്മളെ റിലേറ്റീവ്സിന്റെ ഒക്കെ ഹോട്ടലിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അജിനമോട്ടോ. അത് അവിടെ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് ഞാൻ അതേപോലെ ഇവിടെയും അത് ശരീരത്തിന് ഹാനികരമല്ല, ടേസ്റ്റ് കിട്ടുന്നുള്ള രീതിയിൽ ഞാൻ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ഉപയോഗിച്ചു. നമ്മുടെ മക്കളെ ഫുഡ് ഇവിടെ തന്നെയാണ്, ഞാൻ പ്രത്യേകിച്ച് വീടൊന്നും ഉണ്ടാക്കാറില്ല. ആ സമയത്ത് 3 നേരവും ഞാൻ നമ്മളെ കുട്ടികളൊക്കെ ഫാമിലി ആയിട്ട് ഞാൻ ഇവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നു. 6 മാസം കൊണ്ട് എന്റെ ചെറിയ കുട്ടിക്ക്, അന്നേരം 2 വയസ്സാണ് ചെറിയ കുട്ടി. അപ്പൊ അത് ചെറുതല്ലേ, അപ്പൊ അതിന് അസ്വസ്ഥതകൾ, ഭക്ഷണം കഴിച്ച ഉടനെ അസ്വസ്ഥത പ്രകടിപ്പിക്കും, വയറ് ഒരു വല്ലാത്ത അവസ്ഥ. അപ്പോഴൊന്നും മനസ്സിലായില്ല, ഇതൊന്നും മനസ്സിലായില്ല. നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണം നമ്മുടെ കുട്ടികൾക്ക് പ്രത്യേകിച്ചൊന്നുമില്ലല്ലോ. അജിനമോട്ടോ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നതുകൊണ്ട് ഞാൻ ഉപയോഗിച്ച്, വേറെ എല്ലാം നമ്മൾ ഫ്രഷ് ആണ് ഉപയോഗിക്കുന്നത്. വെജിറ്റബിൾ എല്ലാം ഫ്രഷ് ആയിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് ഇങ്ങനെ പ്രത്യേകിച്ച് ഇതൊന്നും തോന്നിയില്ല. അങ്ങനെ അവിടുന്ന് 6 മാസം കഴിഞ്ഞ് എന്റെ അതിന് മൂത്ത കുട്ടിക്ക് ഇതേ അവസ്ഥ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടെ കഴിഞ്ഞ സമയത്തേക്ക് എന്റെ മൂത്ത കുട്ടിക്കും ഇതേ അവസ്ഥ വന്ന സമയത്ത് എനിക്ക് എന്തോ ഒരു സംതിങ് റോങ് ഇതിന് തോന്നി. പിന്നെ ഞാൻ കരുതി ഭക്ഷണം കഴിച്ചതിന് ശേഷമാണ് ഈ അസ്വസ്ഥത വരുന്നത്. പക്ഷേ കുറച്ച് കഴിഞ്ഞ ഉടനെ തന്നെ ഇങ്ങനെ ഒരു അസ്വസ്ഥതയും വല്ലാത്തൊരു ഇത്, പിന്നെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, വയറിനകത്ത് വയറ് ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, പിന്നെ വേദന എന്ന് പറയാ, ചെറിയ കുട്ടികളല്ലേ. അങ്ങനെ ഞാൻ കരുതി ഏതായാലും ഇതെല്ലാം ഉപയോഗിക്കുന്നുള്ളൂ, അപ്പൊ ഇതൊന്ന് നമുക്ക് ഒന്ന് ഒഴിവാക്കി നോക്കാന്ന് കരുതി ഒന്ന് ടെസ്റ്റ് ചെയ്തു. കളറും അജിനമോട്ടോ ഒഴിവാക്കിയതോടുകൂടി ഈ പ്രശ്നം തീർന്നു. ഇപ്പൊ മനസ്സിലാകുന്നത് ഇവിടത്തെ വളരെ ഡേഞ്ചറാണ് സാധനം, കെമിക്കലാണ്. ഞാനിട്ട് ഇവിടുത്തെ നമ്മളെ സുധാകരൻ ഡോക്ടറെ അടുത്ത് ഞാൻ ഇതിനെ കുറിച്ച് സംസാരിച്ചു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അപ്പൊ സുധാകരൻ ഡോക്ടറെ പറഞ്ഞ ഇവിടെ നമ്മളെ ഗൾഫിലേക്ക് കമ്പയർ ചെയ്തിട്ട് കഴിക്കണ്ട, ഇവിടെ ഫുള്ള് കെമിക്കലാന്നുള്ള അദ്ദേഹമാണ് എന്നോട് സംഭവം പറഞ്ഞത്. അത് പൂർണ്ണ അതിനു ശേഷമാണ് എന്റെ മക്കൾ കൊടുക്കാത്ത പിന്നെ വേറെ കുട്ടികൾക്കും കൊടുക്കാൻ പാടില്ല, എല്ലാവരും നമ്മളെ ഇവിടെ വിശ്വസിച്ച് വരുന്ന രീതിയിൽ. അപ്പൊ ഞാനത് പൂർണ്ണമായിട്ട് നിർത്തി. ഇപ്പം ഇതേപോലെ നന്നായിട്ട് നമ്മുടെ സ്വന്തം കുട്ടികൾക്ക് കൊടുക്കുന്നില്ല, മറ്റുള്ളവരുടെ കുട്ടികൾക്ക് കൊടുക്കാൻ പാടില്ല. എല്ലാവരും നമ്മളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമേഴ്സ്, ദൂരത്ത് നെല്ലെടുക്കുന്ന വരുന്നത്, നമ്മള് നല്ലൊരു ഭക്ഷണം കിട്ടുന്ന ഉദ്ദേശത്തോടെ വരുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ ഞാൻ നല്ല രീതിയിൽ അതേപോലെ അതൊന്നും നിങ്ങളുടെ ഉദ്ദേശം വളരെ നല്ലതാണ്, കാരണം നമ്മളും കഴിക്കുന്നില്ല, ആരും കഴിക്കുന്നില്ല. തീർച്ചയായിട്ടും ഞാനിത് പരസ്യം ചെയ്ത് ഞാൻ എല്ലാവരും അറിയിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ കൊടുക്കുന്നത് അതുകൊണ്ട്. വെരി ഗുഡ്, നല്ല ഒരു മെസ്സേജും കൂടിയാണത് ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന. തീർച്ചയായിട്ടും.